ഹലോ, നമ്മളിന്ന് നല്ല ചൂട് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ അങ്ങ് പൊളിച്ച് കളയാം. അപ്പോൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ നമ്മളിങ്ങനെ പൊളിച്ച് കളയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, അതായത് കട്ട് ചെയ്യാണ്ടിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാമേ. ഇനി നമ്മൾ ഈ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ അങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റി നന്നായിട്ട് ഉടച്ച് എടുക്കണം. അതുപോലെ ഉടച്ച് എടുത്തതിന് ശേഷം നമ്മളിതിലേക്കൊരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ സമയത്ത് നമ്മളൊരു 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നല്ലതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ തന്നെ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ തന്നെ ഗരം മസാലയും, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും 1/2 സ്പൂൺ മതിയാവും. പിന്നെ ഒരു 3 ബ്രെഡ്, ചെറിയ ബ്രെഡാണ് കേട്ടോ. ആ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ നിന്ന് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ബ്രെഡ് ക്രംസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ അങ്ങ് തടവിയിട്ട് ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുവേ. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഇതേപോലെ അങ്ങ് എടുക്കുക. എന്നിട്ട് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ 3 എടുത്തിട്ട് പൊടിച്ചെടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇതേപോലെ മുക്കി ഒന്ന് എടുക്കുക. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഇതേപോലെ അങ്ങ് ആക്കിയെടുക്കാം. ഓരോ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നല്ല ചൂടായി ഇരിക്കുന്ന എണ്ണയിലേക്ക് ഇടുക, ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളങ്ങ് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിരുന്നാൽ മതി. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ നമ്മൾ തവി ഉപയോഗിച്ചിട്ട് ഇളക്കാനും നോക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ അത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ ഇളക്കിയെടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, സ്റ്റൗ കത്തിക്കുമ്പോൾ മീഡിയത്തിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാട് തീ അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആകപ്പാടെ വൃത്തികേടായിട്ട് എന്താ പറയുക, ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ക്ഷമിച്ച് നിന്നിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കല്ലേ, അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. സോസുമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പോൾ ഇത് കൊണ്ട് ഞാനൊരു 12 ബോൾസ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു പൊട്ടറ്റോ ലോലിപ്പോപ്പായിട്ട് നമുക്ക് കൊടുക്കാം. സ്റ്റിക്കൊക്കെ ഇതേപോലെ കുത്തിയിട്ട് സോസിൽ മുക്കി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.